മലബാർ ദേവസ്വം ബോർഡിലെ സ്വർണ്ണക്കൊള്ളയിൽ വഴിമുട്ടി നിയമ നടപടി. ദേവസ്വം ബോർഡിലെ 60 പവനിലേറെ സ്വർണം നഷ്ടപ്പെട്ടെന്ന് ദേവസ്വം പ്രസിഡന്റ് സ്ഥിരീകരിച്ച് 4 മാസം പിന്നിടുമ്പോഴും സ്വർണം ഇതുവരെ കണ്ടെത്താനായില്ല. മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ ടി വിനോദിന് ഇപ്പോഴും ഒളിവിലാണെന്നാണ് പോലീസ് ഭാഷ്യം. മലബാർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ബാലുശ്ശേരി കോട്ട ക്ഷേത്രത്തിൽ തിരുമറി നടത്തിയ മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ വിനോദൻ വിവിധ ക്ഷേത്രങ്ങളിൽ നിന്ന് 60 പവനിലേറെ ക്രമക്കേട് നടത്തിയെന്ന് കഴിഞ്ഞ ഒക്ടോബറിലാണ് മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് OK വാസു പറഞ്ഞത്. സ്വർണം തിരികെ എത്തിക്കണമെന്നാവശ്യപ്പെട്ട് ഇയാൾക്ക് കത്ത് നൽകിയെങ്കിലും പറഞ്ഞ കാലാവധി കഴിഞ്ഞിട്ടും സ്വർണം തിരിച്ചെത്താതായതോടെയാണ് സംഭവം കേസായത്. ഈ ഉദ്യോഗസ്ഥന് ചുമതലയുള്ള 10 ക്ഷേത്രങ്ങളിൽ 2 കണക്കുകൾ മാത്രമാണ് ഹാജരാക്കിയത്. മലബാർ ദേവസ്വം ബോർഡിന് കീഴിലെ വിവിധ ക്ഷേത്രങ്ങളിൽ നിന്നും 100 പവനിലേറെ സ്വർണം വിനോദൻ തട്ടിയെടുത്തിട്ടുണ്ടെന്നാണ് പുറത്തുവരുന്ന കണക്കുകൾ. 1 മാസം മുൻപ് വിനോദന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയിരുന്നു. തുടർന്ന് ഇതുവരെയായിട്ടും പ്രതിയെ പിടികൂടാൻ പോലീസിനായിട്ടില്ല. പാസ്പോർട്ട് ഇല്ലാത്തതിനാൽ വിനോദൻ വിദേശത്തേക്ക് കടന്നിട്ടില്ലെന്നാണ് പോലീസിന്റെ നിഗമനം. നിലവിൽ പോലീസ് അന്വേഷണം നടക്കുന്നത് ബാലുശ്ശേരി കോട്ട ക്ഷേത്രത്തിലെ പരാതിയിൽ മാത്രമാണ്. മറ്റു ക്ഷേത്രങ്ങളുടെ കവർച്ചയിൽ ദേവസ്വം ബോർഡ് അധികൃതർ പരാതി നൽകിയിട്ടില്ല. ദേവസ്വം ബോർഡും പോലീസും വിഷയത്തിൽ ജാഗ്രത കാണിക്കുന്നില്ലെന്ന ആക്ഷേപവുമുണ്ട് ഭക്തർക്ക്. ജനം, കോഴിക്കോട്.